ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കോട്ടയത്തേക്കാണ്. ഞങ്ങൾ ഡെയിലി കോളേജിൽ പോയിക്കൊണ്ടിരുന്ന വഴിയാണിത്. കൂട്ടത്തിൽ ഒരാൾ കുറവുണ്ട്. പിന്നെ പണ്ടത്തെ പോലെ തന്നെ കണ്ണാടിയൊക്കെ ഒന്ന് നോക്കി പോകാമെന്ന് വെച്ചാൽ വെയിലോട്ട് സമ്മതിക്കണില്ല. പിന്നെ പോണ വഴിക്ക് മാങ്ങ പറിക്കലും പേരക്ക പറിക്കലും ഞങ്ങൾക്ക് പണ്ടേ ഉള്ളതാണ്. ഇത് മാങ്ങയും പേരക്കൊന്നല്ല കേട്ടോ, ഇത് മൽബറിയാണ്. പക്ഷേ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾക്ക് ഒന്നുപോലും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് കോളേജിലേക്ക് പോണ വഴിയായിരുന്നു ഇത്. ഇതാണ് ഞങ്ങളുടെ കോളേജ്. പിന്നെ നിങ്ങൾ ഈ കാണുന്നത് ഞങ്ങളുടെ പ്രിൻസിപ്പളിനെയാണേ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ശൈല ചേച്ചിയുടെ അടുത്തേക്കാണ്. ഈ ചേച്ചിയെ കണ്ടിട്ടാണ് ഞങ്ങളിവിടെ അഡ്മിഷൻ എടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ബട്ട് അതാണ് സത്യം. അത്രയ്ക്ക് പാവാട്ടോ. അങ്ങനെ ഞങ്ങൾ സർട്ടിഫിക്കറ്റൊക്കെ ദേ ഒപ്പിട്ട് കൈപ്പറ്റിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ കാണാൻ പോയത് അശ്വതിയുടെ ഗീതു ടീച്ചറെയാണ്. പിന്നെ ഞങ്ങളുടെ സോഷ്യൽ സയൻസിൻ്റെ സ്വന്തം സുധ ടീച്ചറെയാണ്. ഞങ്ങളിവിടെ പഠിച്ച സമയത്ത് ഞങ്ങൾക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. ടീച്ചർ അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ചോദിക്കുന്നത്, ഇപ്പോൾ ഓക്കെ ആണോ എന്നൊക്കെ. പിന്നെ ഈ പേരമരം കാണുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ട് ബിബിന് ഓർമ്മ വരും. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ബെസ്റ്റ് ബേക്കേഴ്സിലോട്ടാണ്. അവിടുന്ന് ഞങ്ങൾ 2 പേസ്ട്രീസൊക്കെ വാങ്ങി. കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ആണ് കേട്ടോ ഗൈസ്. അശ്വതിയുടെ ബർത്ത്ഡേ 29th എൻ്റെ ബർത്ത്ഡേ 13th ആയിരുന്നു. പിന്നെ ഞങ്ങൾ എന്ത് കിട്ടിയാലും ഒടുക്കത്തെ ഷെയറിംഗ് ആണ്. വെറൈറ്റി സാധനങ്ങൾ വാങ്ങി മാറി മാറി ടേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ഹോബി. അവിടുന്ന് പിന്നെ ബസ് സ്റ്റോപ്പിലേക്കൊക്കെ ചെന്ന് അശ്വതിയുടെ ഫോൺ എടുത്തപ്പോഴത്തേക്കും അതിൽ മൊത്തം ഞാൻ. അവിടുന്ന് പിന്നെ വന്ന ആദ്യത്തെ വൈറ്റ്ല ബസ്സിൽ കയറി പറ്റി ഞങ്ങൾ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മുടെ ബ്യൂസി പാലസിനെയും കൂട്ടി നേരെ നമ്മൾ വീട്ടിൽ പോയി. കാരണം നമ്മളവിടെ പകുതി വഴിക്ക് വണ്ടി വെച്ചിട്ടാണ്